അയോഗ്യതാ മുന്നറിയിപ്പ് നൽകിയ NCP അജിത് പവാർ വിഭാഗത്തെ വീണ്ടും തള്ളി മന്ത്രി AK ശശീന്ദ്രൻ. തന്നോട് രാജിവെക്കാൻ പറയാൻ ഇദ്ദേഹത്തിന് അധികാരമില്ല. പാർട്ടി ഭരണഘടനയിൽ ഇല്ലാത്ത സ്ഥാനത്തിരുന്നാണ് പ്രഫുൽ പട്ടേൽ രാജി ആവശ്യപ്പെടുന്നതെന്നും AK ശശീന്ദ്രൻ. ഞാൻ ഇപ്പോൾ MLA ആണ്. അല്ല, വഴങ്ങേണ്ട ആവശ്യം, വഴങ്ങാൻ ഇപ്പം ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ വഴങ്ങണം. എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ ഒരു അധികാരവും പ്രഫുൽ പട്ടേലിനില്ല. അദ്ദേഹം പറയുന്ന അദ്ദേഹമാണ് യഥാർത്ഥ NCP എന്നാണ്. അത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ അദ്ദേഹം NCP-കാരനാകുമ്പോൾ അദ്ദേഹം ഏത് ഭരണഘടനയിൽ വിശ്വസിച്ചാണ് ആ പാർട്ടി തുടരുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്? പാർട്ടി ഭരണഘടനയാണ്. ആ പാർട്ടി ഭരണഘടനയിൽ എവിടെയെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവി ഉണ്ടോ? NCP-യുടെ നിലവിലുള്ള ഭരണഘടനയിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവിയില്ല. അത് താൽക്കാലിക അറേഞ്ച്മെന്റുകളാണ്. അപ്പോൾ നിയമപരമായ അധികാരമില്ലാത്തൊരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരംഗത്തിനെതിരെയും ഒരു നടപടിയും സ്വീകരിക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല. മന്ത്രി AK ശശീന്ദ്രന്റെ ന്യായീകരണങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും തിരിച്ചൊരു സംഭവമുണ്ട്. നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ മന്ത്രി ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്ത് കൊടുക്കുമെന്നാണ് NCP അജിത് പവാർ വിഭാഗം പറയുന്നത്. ഇരുവരെയും വിജയിപ്പിച്ചത് NCP ചിഹ്നത്തിലാണ്. ദേശീയ വക്താവ് അങ്ങനെ അവകാശപ്പെടുന്നു. ബ്രിജ്മോഹൻ ശ്രീവാസ്തവയാണ് 24 ഇക്കാര്യം പറഞ്ഞത്. നിലവിൽ NCP കേരളത്തിലെ ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ല എന്നാണ് അജിത് പവാർ വിഭാഗത്തിന്റെ വാദഗതി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, യഥാർത്ഥത്തിൽ ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു സാധനം പാർട്ടി ഭരണഘടന അനുസരിച്ച് ഇല്ലെന്ന് AK ശശീന്ദ്രൻ പറയുമ്പോൾ ഇവരുടെ കത്തിന് സ്പീക്കർ പ്രാധാന്യം കൊടുക്കുമോ? SKN യഥാർത്ഥത്തിലൊരു പ്രതിസന്ധിയാണ് ഈ NCP എന്ന പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത്. ഈ ഒരു വിഭാഗം പാർട്ടി പിളർത്തി പോവുകയും അവരെ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാർ വിഭാഗത്തെ ഔദ്യോഗിക NCP ആയി പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടിയാണ് കേരളത്തിൽ ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. കേരളത്തിലുള്ള 2 MLA-മാർ മന്ത്രി AK ശശീന്ദ്രനും ഒപ്പം തന്നെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസും NCP ശരത് പവാർ വിഭാഗത്തോടൊപ്പമാണ് ഉറച്ചു നിൽക്കുന്നത്. എങ്കിൽ പോലും സാങ്കേതികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച് ഇരുവരും NCP-യുടെ നിലവിൽ ഔദ്യോഗിക വിഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട NCP അജിത് പവാർ വിഭാഗത്തിന്റെ MLA-മാരാണ്. ഈ ഒരു സാങ്കേതികത്വം മുൻനിർത്തിക്കൊണ്ടാണ് ഇരുവരോടും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് തുടർച്ചയായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കത്ത് നൽകുകയും ഇതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്. NCP അജിത് പവാർ വിഭാഗം വ്യക്തമാക്കുന്നത് ഈ പാർട്ടിയുടെ ഭാഗമായിരിക്കെ ഈ പാർട്ടിയിൽ ചിഹ്നത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 2 പേരും 2 MLA-മാരും എന്നാൽ മറ്റൊരു പാർട്ടിയുടെ തോമസ് കെ തോമസ് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് അവകാശപ്പെടുന്നു. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, പാർട്ടി അയക്കുന്ന കത്തുകൾക്ക് മറുപടി നൽകുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റും അച്ചടക്ക സമിതി അധ്യക്ഷനുമായ പ്രഫുൽ പട്ടേൽ ഇരുവർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് 7 ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ ഇരുവരെയും 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടികളുടെ പേരിൽ സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഒപ്പം തന്നെ കത്തിന് മറുപടി നൽകിയില്ല എങ്കിൽ ഇരുവരെയും അയോഗ്യരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകും എന്നുമാണ് ഈ പാർട്ടിയുടെ ദേശീയ വക്താവ് ബ്രിജ്മോഹൻ ശ്രീവാസ്തവ 24-നോട് പറഞ്ഞത്. കടുത്ത നടപടികളിലേക്ക് പാർട്ടി ഉടൻ കടക്കും എന്ന് തന്നെയാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. ഇരുവരുടെയും മറുപടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇരുവരും മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പാർട്ടിയുടെ ഔദ്യോഗികമായ കത്തിന് ഇതുവരെയും മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുമാണ് പാർട്ടി ദേശീയ വക്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം NCP നിലവിൽ കേരളത്തിൽ ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ല എന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമെന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ NCP അജിത് പവാർ വിഭാഗം മത്സരിക്കുമെന്ന് ഉറപ്പാണ് എന്നുമാണ് ബ്രിജ്മോഹൻ ശ്രീവാസ്തവ 24-നോട് പറഞ്ഞത്. SKN. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.